പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റോസ്ലി ജോർജ്. ഇത് എൻ്റെ മൂത്ത മകൾ അഞ്ജന ജോർജ്. ഇത് എൻ്റെ ഇളയ മകൾ അപർണ ജോർജ്. ഞാൻ വരുന്നത് കോതമംഗലത്തിനടുത്തുള്ള മാതിരിപ്പള്ളി സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 16/9/2025 എൻ്റെ ഇളയ മകൾ OET പാസ്സായിട്ട് 2 വർഷം കഴിഞ്ഞായിരുന്നു. അവളുടെ കൂടെയുള്ള എല്ലാ കൂട്ടുകാരികളും പോയിരുന്നു. അയർലൻഡിലേക്ക്, UK എല്ലാം പോയിരുന്നു. മകൾക്ക് കിട്ടിയത് അയർലൻഡ് സ്കോറാണ്. ഞാനിവിടെ വന്ന ഒരു നിമിത്തം പോലെയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ മോൾക്ക് കിട്ടിയ കാര്യങ്ങൾ എൻ്റെ മോള് തന്നെ പറയും. എൻ്റെ പേര് അപർണ ജോർജ്. എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഉടമ്പടി എടുക്കാനായിട്ട് കൃപാസനത്തിലോട്ട് വരുന്നത്. ഞാൻ OET പാസ്സായി 1.5 വർഷത്തോളം കഴിഞ്ഞിട്ടും എനിക്ക് ഇൻ്റർവ്യൂസ് ഒന്നും വരുന്നുണ്ടായില്ല. ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. പക്ഷേ ഇൻ്റർവ്യൂ ഒന്നും വരാത്ത സാഹചര്യത്തിൽ പ്രാർത്ഥനയോടുള്ള ആ ഒരു ഇത് കുറയുകയും പിന്നെ പരിശുദ്ധ ജപമാല അർപ്പിക്കാൻ മറന്നു പോവുകയും സമയം കിട്ടുമ്പോൾ മാത്രം ജപമാല അർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശീലമായിട്ടൊക്കെ മാറിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3-ാമത്തെ ആഴ്ച അയർലൻഡ് ഓപ്പൺ ആയെന്ന് ഞാൻ അറിയുകയുണ്ടായി. അങ്ങനെ എനിക്ക് ഇൻ്റർവ്യൂസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു. അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഡേറ്റ് എനിക്ക് കിട്ടി. അതൊരു ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആയിരുന്നു, കൊച്ചി മാരിയറ്റിൽ വെച്ചിട്ട്. അപ്പോൾ ഞാൻ അതിനു വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. ഞാൻ ഒരുപാട് പഠിച്ചു. പക്ഷേ ഞാൻ പ്രാർത്ഥനയിൽ ഒരുപാട് പ്രാധാന്യമൊന്നും കൊടുത്തില്ല. പക്ഷേ പ്രിപ്പയർ ചെയ്യാനുള്ള ടോപ്പിക്സ് എല്ലാം ഏജൻസിയിൽ നിന്ന് തന്നിരുന്നു. അപ്പോൾ ഞാൻ അതിന് കുറേ ഇമ്പോർട്ടൻസ് കൊടുത്ത് എൻ്റെ ടോപ്പിക്സ് എല്ലാം അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഞാനതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചു. എനിക്ക് ഇൻ്റർവ്യൂവിനെ കോൾ വിളിച്ചു. ഞാൻ ഇൻ്റർവ്യൂ പാനലിൽ പോയിരുന്നു. എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നത് അയർലൻഡിലെ 2 ഐറിഷ് ലേഡീസ് ആയിരുന്നു. അവർ പറയുന്ന ലാംഗ്വേജ് എനിക്ക് ഒന്നും മനസ്സിലായില്ല. അവരെന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ തീരുമാനിച്ചിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കിട്ടില്ല എന്നുള്ളത്. പക്ഷേ എന്നാലും ആ സമയത്ത് എപ്പോഴും ഒരു വിശ്വാസം വരികയും ഞാൻ മാതാവിനോട് പിന്നീട് ശക്തമായി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. മാതാവ് തരുമെന്ന് വിശ്വസിച്ചൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു. റിസൾട്ട് ഇങ്ങനെയായിരുന്നു: ഐ ആം റിയലി സോറി ടു ഇൻഫോം യു ദാറ്റ് എന്ന് പറഞ്ഞായിരുന്നു. അപ്പോഴെനിക്ക് മനസ്സിലായി എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയില്ല എന്നുള്ളത്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ട്, ഒരുപാട് കരഞ്ഞു, മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ടി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനി തൊട്ട് ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലും. ഒരു ദിവസം പോലും ഞാൻ ജപമാല ചൊല്ലാതിരിക്കില്ല. ഇനി അങ്ങോട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സാഹചര്യത്തിലെല്ലാം ഞാൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുമെന്നൊരു വാക്ക് ഞാൻ മാതാവിനെ സമർപ്പിക്കുകയുണ്ടായി. പിന്നീട് അങ്ങോട്ടേക്ക് ഇൻ്റർവ്യൂസിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത് കൃപാസനത്തിൽ ജപമാല റാലി നടക്കുന്നുണ്ട്, നീ വരണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ ജപമാല റാലിക്ക് വേണ്ടിയിട്ട് എന്നെ ആത്മീയമായി ഒരുപാട് പ്രിപ്പയർ ചെയ്തു. ഞാൻ ഉപവാസം എടുത്തു. എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഞാൻ നോമ്പെടുത്തു, പ്രാർത്ഥിച്ചു. ഞാൻ എല്ലാ ദിവസവും ജപമാല ചൊല്ലി. അങ്ങനെ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോകേണ്ടതിൻ്റെ തലേ ദിവസം ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ നേരത്ത് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കാലിൽ ടെൻഡനൈറ്റിസ് എന്ന് പറഞ്ഞൊരു അസുഖം, എൻ്റെ കാലിൽ ടെൻഡൻ നീര് വെച്ച് അത് ചുവന്ന് ഒരുപാട് സ്വെല്ലിംഗ് ആയിട്ട് കാലെനിക്ക് അനക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. ഞാൻ ഓർത്ത് ഞാൻ എങ്ങനെ കൃപാസനത്തിൽ ജപമാല റാലിക്ക് പോകുമെന്ന് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിരുന്നു. അന്ന് വീട്ടിൽ വന്ന് അന്ന് തന്നെ എല്ലാവരും പറഞ്ഞു എങ്ങനെ ഈ കാല് വെച്ച് പോകുമെന്നുള്ളത്. പക്ഷേ ഞാൻ അതിനു വേണ്ടി ആത്മീയമായി ഒരുപാട് തയ്യാറെടുത്തിരുന്നു. കാരണം എൻ്റെ ആവശ്യമാണ് ജപമാല റാലിക്ക് പോകണമെന്നും മാതാവിൻ്റെ എൻ്റെ കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അന്ന് വീട്ടിൽ വന്ന ദിവസം അമ്മ ചൂടുവെള്ളം അതിൽ മാതാവിൻ്റെ ഉപ്പ് ഇട്ട് ഞാൻ കാലിൽ ചൂട് പിടിച്ചു. ആ സമയത്തും എനിക്ക് വേദന ഉണ്ടായിരുന്നു. ഞാൻ ബസ്സിൽ കയറിയ സമയത്തും അമ്മ കാലിൽ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും എല്ലാം എൻ്റെ കാലിൽ പുരട്ടി. അങ്ങനെ എപ്പോഴും എൻ്റെ വേദന പതിയെ ഒന്ന് കുറഞ്ഞ് എൻ്റെ വേദനയ്ക്ക് ഒരു ആശ്വാസം ഉണ്ടായി. ഞാൻ പതിയെ ഒന്ന് മയങ്ങി, ജപമാലയൊക്കെ ചൊല്ലി മയങ്ങി. ഇവിടെ വന്നു, വെളുപ്പിന് വന്നു, മാതാവിനെ കണ്ടു. മാതാവിനോട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് ഈ ജപമാല റാലി കഴിയുമ്പോഴത്തേക്കും എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ടാവണം, എനിക്ക് ഒരു ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ് അമ്മ തരണം എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ നിമിത്തം അല്ലെങ്കിൽ ഭാഗ്യമെന്ന് പറയട്ടെ, എൻ്റെ മാതാവ് അമ്മ ഉടമ്പടി വസ്തുക്കൾ എൻ്റെ കാലിൽ പുരട്ടിയതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കാലിലെ വേദന മാറുകയും അത്രയും കിലോമീറ്ററോളം ഞാൻ നടന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഞാൻ പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിക്കാനും എൻ്റെ ജപമാല റാലി എനിക്ക് വളരെ ഭക്തിയോടെ ഞാൻ പൂർത്തിയാക്കാനും എനിക്ക് സാധിച്ചു. ആ അസുഖം എന്നെ വിട്ട് മാറി എന്നുള്ളതാണ്. എനിക്ക് ആ സമയത്ത് പിന്നീട് ഒരു വേദനയും ഉണ്ടായിട്ടില്ല. രണ്ടാമതായി എനിക്ക് പറയേണ്ട കാര്യം,
എൻ്റെ വിസയ്ക്ക് വെക്കാൻ പോയപ്പോഴുള്ള സമയമായിരുന്നു. വിസയ്ക്ക് വെക്കാൻ പോയ അന്ന് അമ്മ എൻ്റെ ഡോക്യുമെൻസിൻ്റെ കവറിലെല്ലാം ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ശിരസ്സിൽ തൈലം പറ്റി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ഒരു തടസ്സവും കൂടാതെ കൊച്ചി VFSലെത്തി. അവിടെ എൻ്റെ ഡോക്യുമെൻസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തിരിച്ചിറങ്ങി വന്നപ്പോൾ ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ തന്നെയാണ് പോകുന്നത്, എനിക്ക് വഴി അറിയില്ല, എനിക്ക് വഴി കാണിച്ചു തരണം, എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ഞാൻ അമ്മയോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ വഴി അറിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ, ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട് മോളെയും കൂടെ പോണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ എനിക്ക് ഇന്ന സ്ഥലത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, ഞാനും അതേ സ്ഥലത്തോട്ടാണ് പോകുന്നത്, എൻ്റെ കൂടെ പോരേന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും ഒരു ബസ്സിന് കയറി ഒരു സ്ഥലത്ത് ഇറങ്ങി. പക്ഷെ ഞാൻ ആ ചേച്ചിയെ കണ്ടില്ല. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. അത് എൻ്റെ കൂടെ വന്നത് എൻ്റെ അമ്മയാണെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ ഈശോ എൻ്റെ അമ്മയെ അയച്ചതാണെന്ന് ഞാൻ ഇപ്പോഴും തീർത്ത് വിശ്വസിക്കുന്നു. മൂന്നാമതായിട്ട് എൻ്റെ മെഡിക്കലിന് പോകുന്ന കാര്യമാണ്. ഞാൻ മെഡിക്കലിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയ സമയത്ത് TB ഒരു ടെസ്റ്റ് ഉണ്ട്, മാൻടോക്സ് എന്ന് പറയുന്നത്, തൊലിപ്പുറത്താണ് എടുക്കുന്നത്. അത് എടുത്ത അന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റു, വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ കയ്യിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്നലെ വരെ ഇല്ലാത്ത സ്ഥലത്ത് പാട് വെച്ചിട്ട് അത് മൊത്തം വീർത്ത് ഇൻഫ്ലെയിംഡ് ആയിട്ടിരിക്കുമായിരുന്നു ആ സ്ഥലം. അപ്പം എനിക്കൊരുപാട് ടെൻഷനായി. ഞാൻ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലപ്പോൾ പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാൻടോക്സ് പോസിറ്റീവായി കഴിഞ്ഞാൽ നമ്മൾക്ക് മെഡിക്കൽ റിജക്ഷൻ വരികയും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും. ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ അമ്മ വന്നിട്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി തൈലവും ഉപ്പും പുരട്ടി ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കും, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാറുന്നു. അങ്ങനെ ഞാനും അമ്മയുടെ കൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എനിക്ക് മാൻടോക്സ് റീഡ് ചെയ്യാൻ ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു, എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകണമായിരുന്നു. അന്ന് പോയ അന്നത്തെ ദിവസം എൻ്റെ കയ്യിൽ ഇന്നലെ ഉണ്ടായിരുന്നു ഒരു പാടും ഉണ്ടായില്ല, അത് അപ്രത്യക്ഷമായി പോയിരുന്നു. അതുപോലെ തന്നെ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ കഴിഞ്ഞ ആഴ്ച തലയാഴ്ച മൊത്തം എനിക്ക് പനിയും ജലദോഷവും നല്ല കഫക്കെട്ടും ഉണ്ടായിരുന്നു. പക്ഷേ മെഡിക്കൽ എടുക്കുന്നതിൻ്റെ തലേദിവസം വരെ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടായില്ല. പക്ഷേ എനിക്ക് നല്ല കഫക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പേടിച്ചു. എക്സ്റേ എടുക്കുമ്പോഴത്തേക്കും എൻ്റെ ചെസ്റ്റിൽ ഇൻഫെക്ഷനായിട്ട് കാണിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതും റിജക്ഷൻ വരും. ഞാൻ എന്ത് ചെയ്യുന്നോർത്ത് ഒരുപാട് ടെൻഷൻ അടിച്ചു. പക്ഷേ ഞാൻ എക്സ്റേക്ക് കയറുന്നതിന് മുന്നേ അമ്മ എനിക്ക് ഉടമ്പടി തൈലങ്ങൾ ഉപ്പ് കഴിക്കാനായിട്ട് തന്നു. എൻ്റെ നെറ്റിയിൽ തൈലം പൂശി തന്നു. ഉടമ്പടി വസ്തുവായ തേൻ എനിക്ക് കഴിക്കാൻ വേണ്ടി തന്നു. അങ്ങനെ എക്സ്റേ എടുത്തു. അതിൻ്റെ റിസൾട്ട് മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ എക്സ്റേയുടെ റിസൾട്ട് നോർമലായിരുന്നു. ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഉടമ്പടി വസ്തുക്കൾ തരികയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടും എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടും ഇന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടന്നു. എൻ്റെ വിസ എൻ്റെ കയ്യിൽ വന്നു, തടസ്സങ്ങളൊന്നും കൂടാതെ. എൻ്റെ മെഡിക്കൽ ക്ലിയറായി എനിക്ക് കിട്ടി. എൻ്റെ ടിക്കറ്റ് വന്നു. ഞാൻ അടുത്ത തിങ്കളാഴ്ച അയർലൻഡിലോട്ട് പോവുകയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്താണ് നിൽക്കുന്നത്. മാതാവിനോട് എൻ്റെ കൂടെ വരണമെന്ന് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട്. അമ്മ എന്നെ സഹായിക്കുമെന്ന് ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു. എനിക്ക് വേണ്ടി എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ ഒരു അനുഗ്രഹം മാതാവ് തന്നത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ജപമാല റാലിക്ക് പോയി വന്നതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പുതിയ ഇൻ്റർവ്യൂവിൻ്റെ അപ്ഡേറ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ ലീവൊക്കെ എടുത്ത് ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് വീട്ടിലോട്ട് പോയി. പക്ഷേ അന്ന് എനിക്ക് വളരെ വൈകിയാണ് അവർ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞത്. അന്ന് എനിക്ക് ഒരുപാട് പഠിക്കാനൊന്നും പറ്റിയുണ്ടായില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. മാതാവിനോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലണ സമയത്താണെങ്കിലും ഞാൻ എഴുന്നേറ്റിരുന്ന് അമ്മയുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ച ഒരു കാര്യം, അന്ന് എനിക്ക് കിട്ടാതെ പോയത് എന്നെ 2 ഐറിഷ് ലേഡികൾ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവരുടെ ലാംഗ്വേജ് എനിക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ ഇൻ്റർവ്യൂ ചെയ്യുമ്പം അമ്മ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് കൃത്യമായി മനസ്സിലാക്കി തരണം, ഇന്ന് ഇൻ്റർവ്യൂ പാസ്സാക്കി തരണമെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായി. ഞാൻ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് തയ്യാറെടുത്തിരിക്കുന്ന സമയത്ത് അമ്മ ഉടമ്പടി വസ്തുക്കളായിട്ടുള്ള ഉപ്പും തേനും എൻ്റെ ഹെഡ്സെറ്റിൽ പുരട്ടുകയും എൻ്റെ നെറ്റിയിൽ പുരട്ടുകയും അതുപോലെ എൻ്റെ ഫോണിലാണെങ്കിലൊക്കെ നെറ്റിൽ തൈലം പൂശി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഞാൻ ഇൻ്റർവ്യൂ തുടങ്ങി. അവിടെ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് ഒരു ഐറിഷ് ലേഡി ഉണ്ടായിരുന്നു, അല്ലാത്തൊരു ലേഡി ഉണ്ടായിരുന്നു. പക്ഷേ ഐറിഷ് ലേഡി എന്നെ ഇൻ്റർവ്യൂ ചെയ്തില്ല, വേറൊരു സ്ത്രീയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. അവർ പറയുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കൃത്യമായി മനസ്സിലായി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു മാതാവാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതെന്ന്. ഞാൻ അമ്മയോട് നേരത്തെ പറഞ്ഞിരുന്നു അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമെന്ന്. പക്ഷേ എന്നെ ഇൻ്റർവ്യൂ ചെയ്തത് വേറൊരാളായിരുന്നു. എന്നോട് താങ്ക് യു പറയാൻ വേണ്ടി മാത്രമാണ് ഐറിഷ് ലേഡി എന്നോട് സംസാരിച്ചത്. അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇതെൻ്റെ മൂത്ത മകള്. ഈ മകളും നേഴ്സാണ്. അപ്പോൾ ഈ മകളും ജോലിയൊന്നും ഇല്ലാതിരിക്കുമായിരുന്നു. അപ്പം ഞാൻ അമ്മയ്ക്ക് ഇവിടെ വന്ന് നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചായിരുന്നു ഈ മകൾക്കൊരു ഗവൺമെൻറ് ജോബ് കൊടുക്കാൻ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്
നേര്യമംഗലം PHCയിൽ പാലിയേറ്റീവ് നഴ്സായിട്ട് ഈ മകൾക്ക് ജോലി കിട്ടി. അതുപോലെ ഞാൻ പറഞ്ഞായിരുന്നു, അമ്മേ ഈ മകൾക്ക് ഇച്ചിരി സാലറി കൂട്ടി കൊടുക്കണമെന്ന് മനസ്സിലിങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ മകൾ അവിടെ കയറുന്നതിന് മുൻപ് 3-ാമത്തെ ദിവസം 1600 രൂപ ഈ മകൾക്ക് കൂട്ടിക്കൊടുത്തു. ഈ മകൾ PHCയിൽ ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ അവിടെ നേര്യമംഗലത്തുള്ള പാലിയേറ്റീവ് നഴ്സുമാരായിരുന്നു അധികം അവിടെ ഇൻ്റർവ്യൂവിന് വന്നിരുന്നത്. അപ്പോൾ എൻ്റെ മകൾ പറഞ്ഞു, അമ്മേ ഇത് കിട്ടില്ല അമ്മേ എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് ഉടമ്പടിയിൽ ഞാൻ വെച്ചിട്ടുണ്ട് അമ്മ, ഇത് നിനക്കുള്ളതാണെങ്കിൽ അമ്മ ഇത് തന്നിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകൾക്ക് ഇപ്പോൾ ആ ജോലി കിട്ടി, അത് തുടർന്നുകൊണ്ട് പോകുന്നു. ആ ഇൻ്റർവ്യൂവിന് ആ പഞ്ചായത്തിലെ ഒരു 10 പേരുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് ആ പഞ്ചായത്തിൽ നിന്ന് അല്ലാതെ ഒരാളുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയായിരുന്നു എന്തായാലും എനിക്ക് കിട്ടില്ല എന്നുള്ളത് എനിക്കറിയായിരുന്നു. പിന്നെ അവർ ഇൻ്റർവ്യൂവിൽ ചോദിച്ച ഒരു ചോദ്യം ഞാൻ സത്യസന്ധമായി ഉത്തരം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു അത് പറയേണ്ടിയിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അമ്മേനോട് പറഞ്ഞു, അമ്മ എനിക്ക് കിട്ടില്ല, കാരണം ആ പഞ്ചായത്തിലെ തന്നെ 10 പേരാണ്, പഞ്ചായത്തിലുള്ളവർക്കാണ് മുൻഗണന കൂടുതൽ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ആ ഇൻ്റർവ്യൂവിൽ എനിക്കാണ് സെലക്ഷൻ കിട്ടിയത്. കാരണം അന്ന് അവിടെ വന്ന ആരുടെയും കയ്യിൽ പാലിയേറ്റീവ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായില്ല. എൻ്റെ കയ്യിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്കാണ് ആ സെലക്ഷൻ കിട്ടിയത്. ഇത് പോവാൻ നേരത്താണേലും അമ്മ എനിക്ക് തൈലം നെറ്റിയിൽ തൂത്ത് തന്നായിരുന്നു. പിന്നെ തേനും ഉപ്പും എല്ലാം തന്നായിരുന്നു. ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പ് അവിടെ ഇടണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയാണ് ഞാൻ അത് ചെയ്തത്. അപ്പോൾ ആ ജോലി അമ്മ മാതാവ് തന്നതാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ അമ്മയുടെ ഒറ്റ വാശിയിലാണ് എന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ വിടുന്നത്. ഡ്രൈവിംഗൊക്കെ പഠിച്ച് ടെസ്റ്റിൻ്റെ തലേ ദിവസം ഡ്രൈവിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പഠിപ്പിക്കാൻ വന്ന ആളല്ലായിരുന്നു അന്നേ ദിവസം വന്നേ. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞു, നീ ചെയ്യണത് തെറ്റാണ്, ഇങ്ങനെയല്ല ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. കാരണം ഇത്രയും ദിവസം ഞാൻ പഠിച്ചതുപോലെയല്ല, പെട്ടെന്ന് എന്നോട് മാറ്റി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കാകെ ടെൻഷനായി. ഞാൻ വീട്ടിൽ വന്ന അമ്മേനോട് പറഞ്ഞു. അമ്മ എന്നോട് പറഞ്ഞു, നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അമ്മ മാതാവ് കൂടെയുണ്ട്. അമ്മ എന്നിട്ട് പിറ്റേ ദിവസം ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകാൻ നേരത്ത് കാശ് രൂപം എൻ്റെ ഉടുപ്പിൽ കുത്തി തന്നു, തൈലം തൂറ്റി തന്നു, അതുപോലെ ഉപ്പും തേനും എല്ലാം എനിക്ക് തന്നു. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു എനിക്ക്. പക്ഷേ ഒരു കുറവുമില്ലാതെ അമ്മ മാതാവ് ഇപ്പോൾ എന്നെ ഞാൻ വണ്ടിയിൽ എല്ലാവരും മോളെ ഇരുത്തിയിട്ടാണെങ്കിലും അമ്മ ഇരുത്തിയിട്ടാണെങ്കിലും വണ്ടി ഓടിക്കുന്നുണ്ട്. അത് ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് 5 കെട്ട് പത്രം മേടിക്കും. അതുപോലെ 5 ടിന്ന് തേൻ, 5 ടിന്ന് ഉപ്പ്, കുഞ്ഞ് കാശ് രൂപം, കൊന്ത, ഇത്രയും മേടിക്കും ഞാൻ ഇവിടുന്ന്. അപ്പം ഞാൻ കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ആശാവർക്കറാണ്. അപ്പം ഞാൻ അങ്ങനെ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെന്നോട് അമ്മയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അമ്മയെക്കുറിച്ച്. അപ്പം ഞാൻ അവിടെ എല്ലാവർക്കും കൊടുക്കും. ഞാൻ ഉടമ്പടി ഉപ്പും കൊടുക്കും, തേനും കൊടുക്കും. പിന്നെ അവർക്ക് ഇങ്ങനെ പറയും, മോളെ ഒന്ന് പ്രാർത്ഥിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ നെറ്റിയിൽ തൈലം വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് അവർ എന്നെ വിളിച്ച് പറയും, മോളെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ആ അസുഖം ഭേദപ്പെട്ടു മോളെ എന്ന് പറഞ്ഞ് അങ്ങനെ പറയുവാൻ എനിക്ക് ഇടയാക്കിയിട്ടുണ്ട്. അതുപോലെ ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം ചിലപ്പോൾ എനിക്ക് മിക്ക ദിവസങ്ങളും കൂടാൻ എനിക്ക് ആ സമയത്ത് കൂടാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഞാനത് കൂടിയിരിക്കും, എന്തായാലും ഞാനത് കൂടിയിരിക്കും. എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ ഞാൻ പോകും. പള്ളിയിൽ പോകുന്നത് പറയുന്നത്, ഞങ്ങളുടെ പള്ളിയിൽ പോകുന്നത് ഒരു ഭയങ്കര ഒരു ഒരു കയറ്റത്താണ് ഞങ്ങളുടെ പള്ളി ഇരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് അത് ദിവസവും പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വിഷമമുള്ള കാര്യമാണ്. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മാതാവിനെ മാത്രം വിളിക്കും, അമ്മേ ഈ കയറ്റം കയറാൻ അമ്മ എന്നെ സഹായിക്കണേ, അമ്മ എൻ്റെ കൈ പിടിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറുന്നത്. പക്ഷേ ഒരു കുറവുമില്ല, ഞാൻ ആ കയറ്റം കയറി അണയ്ക്ക പോലുമില്ല. ഞാൻ ആ പള്ളിയിൽ ചെന്ന് എനിക്ക് സുഖമായിട്ട് കുർബാന കൂടി തിരിച്ചു വരുവാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ പാവപ്പെട്ട രോഗികൾക്ക് എന്നിലാവുന്ന വിധം സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട്. 10 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ അന്ന് ഒരു പൂവ് ചോദിച്ചാൽ എനിക്ക് പൂക്കാലം തരുന്നൊരവസ്ഥ പല സന്ദർഭങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജോലി സ്ഥലത്ത് ഞാനിതുപോലെ അമ്മയ്ക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ഭയങ്കര ജോലിയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ശൈലി സർവേ എന്ന് പറഞ്ഞൊരു സർവേ ഉണ്ടായിരുന്നു. ആ സർവേ ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഈ വഴിയിലൂടെ ഇതിനു മുൻപ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവൻ കാണിച്ചു തരും. ജോഷുവ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം വചനമാണ്. ഇന്ന് നമ്മൾ ഒരിക്കലും സഞ്ചരിക്കാത്ത, കണ്ടു പരിചയമില്ലാത്ത പുതിയ ജീവിത സാഹചര്യങ്ങളിൽ കൂടിയാണ് നാം കടന്നു പോകുന്നത്. എഡ്യൂക്കേഷൻ ഫീൽഡായാലും ജോലിക്കാര്യമായാലും ഈവൻ ഇൻക്ലൂഡിങ് ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിലും
എല്ലാം പുതിയ പുതിയ സാഹചര്യങ്ങളാണ്. കാണാത്ത വഴിയിലൂടെ കടന്നു പോകുവാൻ ഒരു വലിയ പ്രത്യാശ നമുക്ക് തരുന്നത് ഇന്ന് ഉടമ്പടിയാണ്. നാം അറിയാത്ത വഴിയിലൂടെ പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉടമ്പടി ജീവിതം നയിക്കുന്ന മക്കളുടെ ജീവിതത്തിൽ നാം കാണുന്നത് ദൈവം തുറന്നു കൊടുക്കുന്ന പുതിയ പദ്ധതികളാണ്. റോസ്ലി ജോർജ് എന്ന മകൾ നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് ദൈവം തുറന്നു കൊടുത്ത ഒരു പുതിയ വഴികളെ പറ്റിയുള്ള ദൈവാനുഭവ സാക്ഷ്യമാണ്. ഇളയ മകൾ OET പഠിച്ചിട്ട് അയർലൻഡ് സ്കോർ കിട്ടി വീട്ടിലിരുന്നപ്പോഴാണ് അമ്മ മകൾക്ക് വേണ്ടി ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 3-ാം ആഴ്ച തന്നെ അയർലൻഡ് പോകാനായിട്ട് ഓപ്പൺ ആവുകയും പോകുവാനുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും ഈശോയും അമ്മയും ഒരുക്കി കൊടുക്കുകയാണ് ഈ മകൾക്ക് മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ആദ്യം ഒരു അറ്റംപ്റ്റ് ചെയ്തു. അത് ഈ മകൾ നല്ലതുപോലെ പഠിച്ചിരുന്നു, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ പ്രാർത്ഥിക്കാനായിട്ട് അല്പം പുറകിലായിരുന്നു. രണ്ടാമത്തെ അറ്റംപ്റ്റിൽ നല്ലതുപോലെ പ്രാർത്ഥിച്ചു, പഠിക്കുവാനുള്ള സമയം അധികം ലഭിച്ചില്ല. പക്ഷെങ്കിൽ പ്രാർത്ഥനയുടെ ബലത്തിൽ വിശ്വാസ പ്രമാണം ചൊല്ലി കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങൾക്കും പോയപ്പോഴെല്ലാം ഉടമ്പടി വസ്തുക്കളും ഈശോയുടെ സാന്നിധ്യവും അമ്മയുടെ സംരക്ഷണവും എല്ലാം അനുഭവിച്ചതായിട്ടാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ജപമാല റാലിയിൽ അഖണ്ഡ ജപമാല റാലിയിൽ വന്നപ്പോൾ വരാൻ തീരുമാനിക്കുകയും നല്ലതുപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഈ മകൾ ജപമാല റാലിക്ക് വരാൻ തീരുമാനിച്ചത്. അപ്പോഴാണ് ടെൻഡനൈറ്റിസ് എന്ന രോഗം വരികയും വരാൻ പറ്റുമോ എന്ന സാഹചര്യത്തിൽ കാല് നല്ലതുപോലെ നീര് വയ്ക്കുകയും അതെല്ലാം അതുമെല്ലാം മറന്നിട്ടാണ് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇതെല്ലാം ഒരു സൈഡിൽ വെച്ചിട്ടാണ് ഈ മകൾ കൂടുതൽ തീഷ്ണതയോടെ കൂടുതൽ വിശ്വാസത്തോടെയാണ് അഖണ്ഡ ജപമാല റാലിക്ക് വരികയും അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആ റാലിയിൽ തന്നെ ഈ മകൾക്ക് ടെൻഡനൈറ്റിസ് എന്ന രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിക്കുകയും ചെയ്യുമെന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധ അമ്മയോടെ ഭക്തിയോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗവും അന്ന് രാവിലെ ഉടമ്പടി വസ്തുക്കളായി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ മകൾക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചതെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും മകൾ പ്രാർത്ഥിച്ചത് അവർ പറയുന്നത് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്നാണ്. അങ്ങനെയാണ് അവിടെയും മാതാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയത് ഒരു സ്ത്രീയുടെ രൂപത്തിലായിരുന്നു. അവിടെയും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് ഈ മകൾക്ക് മനസ്സിലാക്കിയത്. കാരണം ഒരു സ്ത്രീ നല്ല രീതിയിൽ സംസാരിക്കുകയും അവരുടെ ആ സാന്നിധ്യത്തിൽ തന്നെ ഒരു ഉറപ്പ് നൽകി അമ്മ കൂടെ ഉണ്ടോ എന്നുള്ളത്. വിസയ്ക്ക് പോയപ്പോൾ ഒറ്റയ്ക്ക് പോകുന്ന യാത്രയിൽ അവിടെയും ഒരു സ്ത്രീ വന്നാണ് സഹായിച്ചത്. എൻ്റെ ഈശോ എൻ്റെ അമ്മ മാതാവിനെ കൂടെ അയച്ചു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തിയത്. ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ ഏത് വഴിയിലൂടെ പോകുമ്പോഴും പുതിയ വഴിയിൽ കൂടെ സഞ്ചരിച്ചായാലും പോയിട്ടില്ലാത്ത വഴിയിൽ കൂടെ പോയാലും അമ്മ മാതാവുണ്ട് നമ്മുടെ സംരക്ഷണത്തിന്. ഈശോയുണ്ട് നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുവാനായിട്ട്. അങ്ങനെ അവിടെയും വിസയ്ക്ക് പോയപ്പോൾ ഒരു സ്ത്രീയുടെ സാന്നിധ്യത്തിലൂടെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യം ഈ മകൾക്ക് മനസ്സിലാവുകയും ചെയ്തു. മെഡിക്കൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ടെസ്റ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു വ്യത്യസ്തത തോന്നി. ഉടമ്പടി വസ്തുക്കൾ ആ മകൾ കൂടുതൽ വിശ്വാസത്തോടെ ഉപയോഗിക്കുകയും പിന്നീട് ടെസ്റ്റിന് പോയപ്പോൾ TB ടെസ്റ്റ് ക്ലിയറാക്കി കൊടുക്കുകയും ചെയ്തു. ഇതും അമ്മയുടെ ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് ഈ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുകയും ഇൻ്റർവ്യൂവും വിസയും മെഡിക്കൽ ടെസ്റ്റും എല്ലാം അമ്മ കൂടെ നിന്ന് നടത്തി കൊടുത്തതായിട്ടാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന് പ്രകാരം ഇൻ്റർവ്യൂ പാസ്സാവുകയും ഈ മകൾ ഏപ്രിൽ 6-ാം തീയതി അയർലൻഡിന് നഴ്സായിട്ട് ജോലിക്ക് പോവുകയുമാണ്. ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് അമ്മ തന്ന ഒരു അനുഗ്രഹമാണ്. അമ്മയുടെ കൃപയാലാണ് ഈ നഴ്സിംഗ് എന്ന ജോലി ലഭിക്കുകയും അതായത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അമ്മയുടെ കൃപയാലാണ് എനിക്ക് ഈ ജോലി ലഭിച്ചതെന്നാണ് ഈ മകൾ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നീട് മൂത്ത മകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു നിയോഗമായിരുന്നു അമ്മ സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് PSC പാലറ്റീവ് കെയർ നഴ്സായിട്ടാണ് ഈ മകൾക്ക് ജോലി കിട്ടിയത്. അതും സാലറി ഇൻക്രിമെൻറ്റിന് പ്രാർത്ഥിച്ചതും അതും അമ്മ ഏറ്റെടുത്ത് നടത്തി കൊടുക്കുകയായിരുന്നു. 10 പേരുണ്ടായിരുന്നു പഞ്ചായത്തിൽ ഒന്നും വിളിച്ചവർ. പക്ഷേങ്കിൽ ഈ മകൾക്ക് മാത്രമേ പാലറ്റീവ് യൂണിറ്റിൽ ജോലി ചെയ്യാനുള്ള നഴ്സിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടായതിന് പ്രകാരം ഈ മകളെ സെലക്ഷൻ ആവുകയും ചെയ്തത്. അതും അമ്മയുടെ ഒരു ഇടപെടലായിട്ടാണ് ഈ അമ്മ സാക്ഷ്യപ്പെടുത്തുന്നത്. കാരണം പ്രാർത്ഥിച്ചതെന്തും നടത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഈ അമ്മയ്ക്കുള്ളത്.
ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ് ഉടമ്പടി മക്കൾക്കുള്ളത്. അതായത് മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 22 വചനം പറയുന്നത് പോലെ എല്ലാ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ഈ അമ്മ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് അമ്മയുടെ സന്നിധിയിൽ നിൽക്കുന്നത്. ചോദിക്കുന്നത് എന്ത് ലഭിക്കുന്ന തരുന്ന ഒരു ഈശോയാണ്. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന കൃപാസനം അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. കർത്താവിൽ വിശ്വാസം സമർപ്പിക്കുക, അവിടെ നിന്നെല്ലാം നോക്കിക്കൊള്ളുമെന്നാണ് സങ്കീർത്തനം 37 3 വചനം പറയുന്നത്. അതിൻ പ്രകാരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്ത് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്കുമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മക്കൾക്ക് ലഭിച്ച, റോസ്ലിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും, പ്രത്യേകിച്ചും മക്കൾക്കുള്ള ജോലിക്കും രോഗസൗഖ്യത്തിനും എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ആവേ മരിയ.